മുത്തപ്പൻ അനുഗ്രഹിച്ചോ? കലക്കി. എന്തായാലും കേട്ടപ്പോ അനുഗ്രഹിച്ചു കാണും അല്ലേ? ഉത്തരം പാട്ടല്ലേ? ഓ വല്ലാത്ത ഫീല്. ഇത് കേട്ടിട്ട് മുത്തപ്പൻ എന്താ പറഞ്ഞേ? അതെ, എന്ത് പറഞ്ഞു? മുത്തപ്പന്റെ അടുത്തുനിന്ന് പാടുമ്പോ എന്തിനാ പേടിക്കുന്നേ? അപ്പൊ പേടിച്ചാണോ പാടിയത്? പേടിച്ചൊന്നുമല്ല, അത് എന്റെ മുഖഭാവം കണ്ടിട്ട് ചെലപ്പോ തോന്നിയത്. അത് ശരി. നീ എന്തിനാ മുഖഭാവം അങ്ങനെ വെക്കാൻ പോയത്? ചിരിച്ചോണ്ട് പാടായിരുന്നല്ലോ. ആദ്യം പറഞ്ഞു തിരക്ക് തീരട്ടെ അങ്ങ് പോയി നിന്നു മുത്തപ്പൻ പറഞ്ഞു. അന്നേരം ഞാനും അമ്മയും അങ്ങ് പോയി നിന്നു. പിന്നെ വിളിച്ചപ്പോ ഞാൻ വന്ന് പാടി. വിളിച്ചപ്പോ ഒരു ഏക്കം അല്ലേ ഇങ്ങനെ മുത്തപ്പൻ ഇങ്ങനെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഓടിപ്പോയി അടിച്ചു പാടി. അവന്റെ ഒരു ഇമാജിനേഷനിലായി പറയുന്ന, പക്ഷെ നമുക്ക് ശരിക്കും തോന്നും മുത്തപ്പൻ അവനോട് അല്ല, അത് എനിക്കറിയാൻ പാടില്ലാത്തോണ്ടാ. മുത്തപ്പൻ മുത്തപ്പൻ എന്ന് പറഞ്ഞൊരു വേഷമൊക്കെ കെട്ടി. ഞാനോർത്ത് ദൈവം സംസാരിച്ച് അവന് തോന്നിയതാന്നാ ഞാൻ വിചാരിച്ചത്. അതായത് മുത്തപ്പൻ അതിലൂടെ അദ്ദേഹത്തൂടെ സംസാരിക്കും. നമ്മള് വിളിച്ചുപാട് കയറാന്നൊക്കെ പറയില്ലേ, അതേപോലെ. ശരി ശരി ശരി. അണ്ണാ എന്നെ കൂടെ ഒന്ന് കൊണ്ടുപോകണം, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതുവരെ പോവാൻ പറ്റിയിട്ടില്ല. അണ്ണൻ വിചാരിച്ച നടക്കുവോ? പിന്നെ അവിടുത്തെ ആളല്ലേ? ഞാൻ ചെറിയ കുട്ടിയല്ലേ, എന്റെ അമ്മ അച്ഛനല്ലേ. അതെ, നിന്റെ ഒരു റെക്കമെൻഡേഷൻ. നീ ചെറിയ കുട്ടിയല്ല, അങ്ങനെ പറയരുത്. നീ പ്രായപൂർത്തിയായ ഒരു മനുഷ്യനാണ്. അണ്ണൻ എന്ന് പറഞ്ഞ പേരാ ഉള്ളൂ, അല്ലാണ്ട് വലിയ ആളൊന്നല്ല. അണ്ണാ ഏത് പാട്ടാ പാടുന്നേ? പിന്നെ എന്നോടൊന്നും പറയാതെ. ഞങ്ങളൊന്നും പറയണില്ല. അതെ, പാടിക്കോ. നീ പാടിക്കോ. അല്ല, ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറഞ്ഞേക്ക്. എന്തായാലും ഗിരീഷ് പുത്തഞ്ചേരി റൗണ്ടാണ്, ഗിരീഷ് ചേട്ടനാണ് എഴുതിയിട്ടുള്ളത്. ഗിരീഷ് പുത്തഞ്ചേരി, അതറിയാം. പിന്നെ മ്യൂസിക് MJ ചന്ദ്രൻ സാറ്, ഓക്കെ. പിന്നെ പാടിയത് യേശുദാസ് സാർ, പിന്നെ സിനിമ ഷിക്ക. വെരി ഗുഡ്. വർഷം 2010 ആണോ? വർഷം നോക്കിയില്ല. ഞാൻ നിന്നെ രക്ഷിച്ചണ്ണാ. അതാണ് അണ്ണനെ ഞാൻ രക്ഷിച്ച്. മുത്തപ്പന്റെ ആളല്ലേ? അണ്ണൻ രക്ഷിച്ചു. അണ്ണന്റെ ഇഷ്ട ദൈവം മുത്തപ്പനാ? അങ്ങനില്ല മോനെ, എനിക്ക് എല്ലാ ശക്തിയുള്ള ദൈവങ്ങളെ എനിക്ക് ഇഷ്ടമാണ്. എല്ലാരും കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് ദൈവമൊന്ന് ദൈവമൊന്ന്. ഒറ്റ ദൈവമുള്ളൂ, പല രീതി നമ്മൾ കാണുന്നു. ഇനി കൂടുതൽ എണ്ണം ചോദിക്കണ്ട. സാധാരണ പാടുന്നതിന് മുമ്പ് വിളിക്കാറുണ്ട്, ഇപ്പൊ അതൊന്നും ഇല്ല. റിമിമോളെ അസലായിട്ട് പാടി കേട്ടോ. ഇതിലേ 100 വാങ്ങാൻ ആഗ്രഹം. പക്ഷെ 100 കൊടുക്കാം. ഞാൻ ഇങ്ങോട്ട് വരാൻ നേരത്തെ റിമി പറഞ്ഞു അവിടെ പോയി സംസാരിക്കുന്നതൊക്കെ കൊള്ളാം, 100 പ്രോമിസ് ചെയ്ത് കളയില് 99 കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ടാണ് റിമി മോളെ എന്നൊക്കെ വിളിച്ചിട്ടാണ് റിമി മോള് പറഞ്ഞത് 99 കൊടുക്കാം. അത് വിശ്വസിക്കുന്നുണ്ടോ? അതിനിപ്പോ എന്റെ മാത്രല്ലോ, ആര്യന്റെ ആയില്ലേ? എടാ നീ ഭയങ്കര സാധനം തന്നെ. ഇതൊക്കെ മനസ്സിൽ വെച്ചേക്കുക. പക്ഷേ എനിക്ക് രണ്ടുപേരും ഒരേപോലെയാടാ. നീ ഇച്ചിരി കൂടുതലാണോ എന്ന് എനിക്കൊരു സംശയം. അത് തന്നെയാ ഞാൻ പറഞ്ഞു. നിന്റെ സ്ഥാനം എപ്പോഴും നിന്റെ സ്ഥാനം കേട്ടോ. ആ സ്ഥാനത്തേക്ക് അങ്ങനെ വേണ്ട. ഒന്നി അണ്ണൻ അല്ല, അങ്ങനെ മതി. അല്ല അതല്ല, രണ്ടാളുമായിട്ട് അതാകുമ്പോ കളിയാക്കൽ അവന് ഷെയർ ചെയ്യാലോ. ഞാൻ ചോദിക്കുന്നത്, ഞാൻ 99 കൊടുത്താൽ മതി എന്ന് പറയണം, വിശ്വസിക്കുന്നുണ്ടോ? എന്നാ ഓനോടും പറ റിമിമോളേന്ന് വിളിക്കാൻ പറ. റിമിമോളെ എന്നുള്ള വിളിയിലാണ് എല്ലാം ഇരിക്കുന്നത്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.